ഷിജില, ഇന്നലെ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ലോകമെമ്പാടും പോയിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ആരെയും കണ്ടില്ലേ, പിന്നെ എങ്ങനെയാണ് ഇത് അറേഞ്ച്ഡ് മാരേജ് ആയെന്ന് ചോദിച്ചാൽ, അല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ കണ്ടു. അടുത്താണല്ലേ? പിന്നെ ആദ്യം അത് കള്ളമല്ലേ പറഞ്ഞ്? നിങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന കള്ളമാണ്. അല്ല, ഞാൻ കണ്ടിട്ടാണ് വീട്ടിൽ പറഞ്ഞത്. അത് ശരി. അല്ല, നിങ്ങൾ കുറെ പ്രാവശ്യം കണ്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കാണും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് വഴിയിലാണ്. അമ്പലമുണ്ട്. നിങ്ങളുടെ വീടും രണ്ടുപേരുടെ വീട് തമ്മിൽ അമ്പലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊരു ഏത് ഭഗവാനാ? ശ്രീഭവാനീശ്വരൻ. ഭഗവാന്റെ രണ്ട് സൈഡിലും ശിവനും പാർവതി ഒരേ. അപ്പം ശിവൻ കൂടെ പാർവതിയെ കാണും, പാർവതി ശിവനെയും കാണും. അല്ല, ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രമാണ്. ഒത്തിരി കലാകാരന്മാർ വരുന്ന ക്ഷേത്രമാണ്. ഇപ്പോഴും പശ്ചിമ കൊച്ചിയിലെ ഏറ്റവും ആള് കൂടുന്ന, ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഞാൻ എത്ര കുമാരേട്ടൻ കുറെ തവണ വന്നിട്ടുണ്ട്. ഒരു മിനിമം എനിക്ക് തോന്നുന്നു ഒരു 12 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട്. അതെ, എന്തൊരാളത്! ജനമാ. 3 സ്റ്റേജാണ്. അത് ജനലക്ഷങ്ങള്. അതിന്റെ അടുത്തല്ലേ ജെർസൻ? പിന്നെ ജെർസൻ ചേട്ടനുണ്ട്. നമ്മളൊക്കെ വിട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അർജുന മാഷ് കുറെ അധികം പേര്, ഒരുപാട് പേരുണ്ട്. രാമകുട്ടി മാഷ്. അപ്പൊ എന്തായാലും പ്രേമവിവാഹം അല്ലെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട വിവാഹം. 2 മക്കളുണ്ടെന്ന് അറിഞ്ഞു. ഭാര്യയുടെ ഭാഗ്യം അല്ലെ? ചിലെന്തുണ്ട് അങ്ങനെ പറയുന്നത്, ഈ ഭായിക്ക് ഫാന്ന്. അല്ല, അക്ഷരങ്ങൾ എപ്പോഴും ഓരോന്നിനും ഈ അക്ഷരം പെറുക്കി പറയുന്ന ആളല്ലേ? അല്ലെ, നനയുക എന്നുള്ള വാക്ക് നമ്മളെ ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്നത് നനയുക എന്ന് ബോർഡിൽ എഴുതി കാണിക്കും. ടീച്ചർ ആദ്യം പറഞ്ഞത് നായാണ്, രണ്ടാമത് പറഞ്ഞത് നായാണ്. പക്ഷെ അതിന് ആദ്യം നായും രണ്ടാമത് നായുമാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പിന്നെ നമ്മൾ പറയാം നനയുക എന്ന് പറയുന്നത്, അങ്ങനെ പറയണം. പക്ഷെ മലയാളത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഭംഗിയുള്ളൂ. പക്ഷേ ഭായ് ബ മാ എന്ന് പറയുമ്പോ ഓരോന്നിനും ഓരോ അമർത്തലുണ്ട്. ഭാരതത്തെ ഭാരതം എന്ന് തന്നെ പറയണം. ഭാരതം എന്ന് ചിലവർ പറയും. അതാണ് മാതൃഭൂമി എന്ന് പറയും. അതെ. അല്ലല്ല, ഭരതം സിനിമ കണ്ടോന്ന് ഇല്ലേ? നല്ല ഭംഗിയുണ്ടെന്ന് അല്ല, അത് ആ അക്ഷരത്തിന് അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലില്ല, അക്ഷരം അതിൻ്റെതായ രീതിയിൽ തന്നെ പറയുമ്പോഴാണ് അതിനൊരു സുഖം. എന്തൊക്കെയാണ് ഹോബീസ്? പിന്നെ ഡാൻസ്, പിന്നെ കുക്കിംഗ്. കുക്കിംഗ് എങ്ങനെയുണ്ട് സാജ? അല്ല, എനിക്ക് എൻ്റെ അമ്മാവ ചേരുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അതേപോലെ തന്നെ പാചകം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഏത് കറിയാണെങ്കിലും നമുക്ക്. എന്താണ് ഏറ്റവും കൂടുതൽ ഷിജിലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം സാജൻ? അല്ല, നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഭക്ഷണത്തിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെ നമ്മുടെ കുടുംബം, ഇപ്പം എൻ്റെ മദർ പോയതിന് ശേഷം എങ്ങനെ അത് നടത്തിക്കൊണ്ട് പോകാം, അതല്ലെങ്കിൽ ആ ഒരു കുറവറിയാതെ അനിയനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നതൊക്കെയാണ്. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറയാതെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് വേണ്ടത്. അതെ, സാജൻ പറയുന്ന സാജൻ്റെ കരുത്ത് എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. അതെ തീർച്ചയായും. അത് അല്ലെങ്കിൽ ഞാനും തളർന്നു പോയേനെ. ഈ ആശകൾ തമാശകൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ടല്ലോ, അതിനെക്കുറിച്ച്. എൻ്റെ ആശകളായിരുന്നു എൻ്റെ തമാശകൾ. എൻ്റെ ആശകളെല്ലാം ഞാൻ തമാശകളാക്കിയാണ് മാറ്റിയത്. അപ്പം അന്ന് എഴുത്തെനിക്കൊരു വലിയൊരു വീക്ക്നെസ്സാണ്. എനിക്കെന്തും എഴുതി വളരുക, എഴുത്തിനോടായിരുന്നു ഏറ്റവും കൂടുതൽ കമ്പം. ഒരു എഴുത്തൊരു തിരുത്തൊരു പകർത്ത്, അതിൽ ഞാൻ എഴുതി മാറ്റുന്നത് എൻ്റെ അമ്മയാണ് ഞാൻ എപ്പോഴും വായിച്ച് കേൾപ്പിക്കാറ്. അത് രാത്രിയാളിലാണ് പലപ്പോഴും വീട്ടിലിരുന്ന് എഴുത്ത്. അപ്പം അതിൻ്റെ അമ്മയുടെ റിയാക്ഷനാണ് എനിക്കത് എത്രത്തോളം വിജയമുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ എഴുതുന്ന ഒരു എഴുത്ത് കഴിഞ്ഞൊരു തിരുത്ത് കഴിഞ്ഞൊരു പകർത്താണ് ഞാൻ അവർക്ക് കൊടുത്തു വിടുന്നത്, ആവശ്യക്കാർക്ക്, ട്രൂപ്പുകാർക്ക്, കാസറ്റുകാർക്ക്. പക്ഷേ ഈ രണ്ടാമത്തെ തിരുത്തിര് അമ്മ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ കൂട്ടി വലിയൊരു പെട്ടിക്കകത്ത് അമ്മ മൊത്തം ഈ 30-32 വർഷത്തെ സൂക്ഷിച്ചു വെച്ചു. അമ്മ അപ്പം അമ്മ മരിച്ചു. അപ്പം ഇതെല്ലാം ഇപ്പോഴും ആ വീട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, പഴയ പേപ്പറുകളാണ്, ആധാരം പോലെ. അപ്പം എൻ്റെ ടീച്ചർ, രാജം ടീച്ചർ, എപ്പോഴും എൻ്റെ വീട്ടിൽ ഇടക്കിടക്ക് വരും. അപ്പോൾ എൻ്റെ അപ്പോൾ ടീച്ചർമാരെപ്പോഴും നമുക്ക് അമ്മയെ പോലെയാണ്. അപ്പോൾ ടീച്ചർ വന്ന് കുറേ ഉപദേശങ്ങളും എൻ്റെ വളർച്ചയും ഉയർച്ചയും ഒക്കെ അമേരിക്ക എന്നൊക്കെ എത്തിക്കഴിഞ്ഞാലൊക്കെ ഓടി വരും. ഞങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിട്ട് ഇതെല്ലാം വെളിച്ചം കാണണം. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചാൽ വെളിച്ചം കാണാം, അതല്ലെങ്കിൽ നമുക്കിത് അങ്ങനെ ആവണ്ട, ഇത് പുസ്തക രൂപത്തിലാക്കണം. അടുക്കും ചിട്ടയോടുകൂടി വരുമ്പോൾ എത്ര പുസ്തകങ്ങൾ ഇറക്കാനുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു കുറേ ഒരു 10 പുസ്തകങ്ങളിൽ ഇറക്കാം തമാശകൾ. അതെല്ലാം ഈ കാലഘട്ടത്തിൽ ഒന്നും കൂടി മോഡേൺ ആക്കുക. ഇതിന് പഴക്കം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ആക്കിയിട്ട് നീ അത് കൈരളി ബുക്സിനെ ടീച്ചർ സംസാരിച്ചു. കൈരളി ബുക്സ് കണ്ണൂരിൽ നിന്ന് വീട്ടിൽ വന്നു. 2.5 മാസം ഞാൻ വീടിനകത്തിരുന്നു. ഇതെല്ലാം ക്രോഡീകരിച്ച് ആശകൾ തമാശകൾ എന്നുള്ള സാജൻ പള്ളുരുത്തി പറഞ്ഞ
വിസ്മയങ്ങൾ തീർത്ത പരിപാടികളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആഹാ. കൈരളി ബുക്സാണ് ഇറക്കിയേക്കണം. ഈ കോവിഡ് കാലത്ത് അത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്കയാണത് പ്രകാശനം ചെയ്തത്. അപ്പോൾ അപ്പോൾ അതൊക്കെ എന്തായാലും എനിക്ക് ഒരു പുസ്തകം തരണം. ഓ ഷുവർ, തീർച്ചയായിട്ടും. കാരണം എനിക്കത് വായിക്കണം. കാരണം ഇത് കേട്ടപ്പോൾ എന്തോ അതിനകത്ത് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ചാക്കോച്ചൻ അഭിനയിച്ച സിനിമ, ചാക്കോച്ചൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. അപ്പൊ ചാക്കോച്ചന്റെ സിനിമകൾ എങ്ങനെ വരും? ചാക്കോച്ചന്റെ സിനിമകൾ എപ്പോഴും വള്ളംകളിയായിരിക്കുമല്ലോ. അതെ. അപ്പൊ രാമന്റെ ഏതെന്തോട്ടത്തിലെ പ്രേംപൂജാരി മല്ലു സിംഗ് കുട്ടനാടൻ മാർപ്പാപ്പയുടെ സ്നേഹിതനല്ലേ, ഷാജഹാനും പരീക്കുട്ടിയും പള്ളിയും തെറ്റി പുള്ളിയും തെറ്റി വരുന്നുണ്ടോ വർണ്ണത്തിലൊരാശങ്ക വേണ്ട, ഓ ദിത്തിത്താരാദിത്യതോ. ഇങ്ങനെ ചാക്കോച്ചന്റെ സിനിമകൾ കൊണ്ടാണ് വള്ളംകളി. മേക്കപ്പ് മാന്റെ കസിൻ സമ്പുത്തൂരമ്പുത്രി ഉണ്ണിയാർച്ച എൽസമ്മ എന്നാൺകുട്ടിയുമായി ട്രാഫിക്കിൽ പെട്ടു. ഇങ്ങനെയൊക്കെ പോകുന്ന വരികളാണ് അതെല്ലാം. അതുപോലെ തന്നെ ജയറാമേട്ടന്റെ സിനിമകൾ, അതിനകത്ത് തന്നെ മമ്മൂക്ക ലാലേട്ടന്റെ സിനിമകൾ, ഒരേപോലെയുള്ള സിനിമകൾ, 1500 സിനിമകൾ കൊണ്ടുള്ള ശബ്ദരേഖ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഇറന്നക്ഷരങ്ങളും ഞാൻ എന്തായിരുന്നു അല്ലെങ്കിൽ ഞാൻ എന്താണ് കാസറ്റിൽ ചെയ്തത്, അത് കാസറ്റ് കിട്ടിയില്ലേലും ബുക്ക് വായിച്ച് വീണ്ടും ചെയ്യാം. അല്ല, ഒരു വലിയൊരു മഹാസംഭവമാണത്. കാരണം വേറൊന്നുമല്ല, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പുസ്തകം അവിടെ കാണും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ നടന്നു പോകുമ്പോൾ മറ്റുള്ളവർ എഴുതിയ ബുക്കുകളൊന്ന് കാണുമ്പോൾ, പ്രത്യേകിച്ച് നാക്കൂട്ടത്തിൽ നമ്മുടെ ബുക്കും കൂടി ഇരിക്കണ കാണുമ്പോൾ, പിന്നെ ഷാർജ പുസ്തകോത്സവത്തിലൊക്കെ അത് വന്നു, കുറേ അധികം ആളുകൾ വായിച്ചു. അതിനകത്ത് എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരു 10-20 പേര് എന്നെക്കുറിച്ച്, എൻ്റെ രചനകളെക്കുറിച്ച്, എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്.